സാറേ വല്ലോം തരണേ, ഒരു കാലില്ലാത്തവനാണ്, വല്ലോം തരാൻ പറ കുഞ്ഞ്. സാറില്ല, കുളിക്കുക, പിന്നെ വാ. നിനക്ക് സ്കൂളിൽ പോകുമെന്നും വേണ്ടേ? ചുമ്മാ സാറിന്റെ റൂമിൽ കയറിയിരുന്നാൽ എങ്ങനെയാ? പോയി കാപ്പി കുടിക്കുക. എടാ വേണോ? എന്താ സാറേ? നീ താഴത്തെ വീട്ടിൽ ചെന്ന് സുധാകരനോട് ഇങ്ങോട്ട് വരാൻ പറ. ഇങ്ങോട്ട് തിരിഞ്ഞു. സുധാകരനെ സാറ് വിളിക്കുന്നു. ഏത് സാറ്? ഞങ്ങളുടെ ലോഡ്ജിൽ താമസിക്കുന്ന ഇവന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറ്. പോ. സാറിനെ വിളിച്ചോ? നീ എന്റെ വാച്ച് എടുത്തോ? ഇല്ല സാർ, ഞാൻ എടുത്തില്ല. എന്താ സാറേ? എന്ത് പറയാനാ സാർ? ഇവൻ എന്റെ വാച്ച് മോഷ്ടിച്ചോണ്ട് പോയി. ഇല്ല സാർ, ഞാൻ വാച്ച് മോഷ്ടിച്ചില്ല സാർ. കരയാതെ ചേർക്ക, നീ അത് കൊണ്ടുവന്നാ കൊടുത്തരേ. ഇല്ല സാർ, ഞാൻ എടുത്തിട്ടില്ല സാർ. നല്ലതുപോലെ എല്ലാവരും നോക്കിയോ? ഇനി നോക്കാൻ ഒരു സ്ഥലവും ഇല്ല. എന്താ ചേച്ചി, സാറിന്റെ വാച്ച് ഞാൻ മോഷ്ടിച്ചെടുത്തെന്ന്. ആരാ പറഞ്ഞത്? സാറ് തന്നെ പറഞ്ഞു. ഇത് കണ്ടോ ചേട്ടത്തി? ഇവൻ സാറിന്റെ വാച്ച് ഓടിച്ചെന്ന്. എന്റെ പാറേ മാതാവേ, ഇത് നല്ല കൂട്ടം. എവന് വാച്ചെന്തിനാ? ഇവന് ആഫീസിൽ പോകുന്നുണ്ടോ? അത് മനസ്സിലാക്കാൻ പോലുള്ള ബുദ്ധി ആ സാറിനില്ലാതെ പോയല്ലോ. സാർ അവിടെ ഉണ്ടോടാ? എന്നാ ഇതൊന്ന് അയാളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. വാ. വാച്ച് അയച്ചു വെച്ചിട്ട് കുളിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോ വാച്ചും ഇല്ല, പയ്യനും ഇല്ല. സാറേ, ഇവൻ എന്ത് ചെയ്തു എന്നാണ് സാറ് പറഞ്ഞത്? അവൻ എന്റെ വാച്ച് എടുത്തു. സാറ് കണ്ടോ? അവനാ എന്റെ റൂമിലുണ്ടായിരുന്നത്. അവൻ റൂമിലുണ്ടായിരുന്നത് കൊണ്ട് അവനാണ് വാച്ച് എടുത്തതെന്ന് സാർ അങ്ങ് തീരുമാനിച്ചു അല്ലേ? പിന്നെ ആരെടുത്തു? അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അവൻ എടുത്ത് നിന്റെ കൈ തന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് കൊടുത്തേരുവണ്ണേ. എടോ, വയസ്സനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഞാൻ വല്ലതും പറഞ്ഞതാ കേട്ടോ. ഞാൻ ഇവനെ റൂമിൽ കയറ്റത് അപകടമായത്. 1500 രൂപയുടെ വാച്ചാ. സാറേ, ഞാൻ ഒരുപാട് റൂമും വാച്ചും കണ്ടവളാ. നിനക്ക് വേണമെങ്കിൽ ഞാൻ 10-100 രൂപ തരാം. നീ ആ വാച്ച് കൊണ്ടുതാ. സാറേ, സാർ ഒരു മാസം കുത്തിയിരുന്ന് പഠിപ്പിച്ചാൽ എന്ത് കിട്ടുമെന്ന് എനിക്കറിയാം. ഒറ്റ രാത്രി കൊണ്ട് 10-100 സമ്പാദിക്കുന്നവളാണ് ഞാൻ. ഞാൻ ചീത്തയാണ്. ഇപ്പൊ ഞാൻ അങ്ങനെയാ ജീവിക്കുന്നത്. പണ്ട് ഞാൻ ഇവനെയും തോളിലിട്ട് തെണ്ടിയിട്ടുണ്ട്. അന്നും ഇന്നും ഒരുത്തന്റെ ഒരു പൈസ പോലും ഞാൻ എടുത്തിട്ടില്ല. ഇവനെ ഞാൻ അങ്ങനെയാ വളർത്തിയത്. എന്റെ അനിയനെ സാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അവൻ കള്ളനാണെന്ന് മാത്രം പറയരുത്. പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് സാർ അറിയും. കുട്ടികൾക്ക് 4 അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സാറ് വാച്ച് വെച്ചെടുത്ത് നോക്ക്, കാണും. എന്റെ അനിയനെ എടുത്തിട്ടില്ല. വാടാ. സാറേ, വാച്ച് പോയെങ്കിൽ പോട്ടെ, വാച്ചിനേക്കാൾ വലുതാണ് മാനം. ഇവള് ഭൂമിയുടെ അച്ഛൻ്റെ ചവിട്ടി കുലുക്കുന്നവളാ. ഇവളോട് കളിച്ചാ മാനം പോയത് തന്നെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. എടാ മുരളി, ഇത് ഞാനാ, ചന്ദ്രൻ. ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എന്റെ വാച്ച് കളവ് പോയി. എവിടുന്ന്? റൂമിൽ നിന്ന്. നീ ഇപ്പൊ എവിടുന്ന സംസാരിക്കുന്നത്? എന്റെ ലോഡ്ജിൽ നിന്ന്. നീ ഇവിടെ വരെ വന്ന് ഒരു പെറ്റീഷൻ തന്നിട്ട് പോകും. ശരി, ഞാനിതാ വരുന്നു. ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഇപ്പൊ തന്നെ കോൺസ്റ്റബിൾ അയക്കാം. ശരി. എന്റെ കർത്താവേ, ഇങ്ങോട്ടിരുന്നാട്ടെ. വേണ്ട, നിന്റെ സൽക്കാരൊന്നും വേണ്ട. ഇവിടെ മറിയ ചേർത്തി ആരാണ്? മറിയ ഞാനാന്നേ. അപ്പം മറിയ ചേർത്തി നിന്റെ ചേർത്തിയാണോ? അതും ഞാൻ തന്നെയാ. രാജമ്മ എന്ന് പറയുന്ന പെണ്ണ്
നിന്റെ ആരാണ്? എന്റെ ആരുമല്ലേ, ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ. അവൾ എവിടെ പോയി? അവള് പുറത്തേക്ക് പോയി. മോർണിംഗ് വാക്കിന് പോയതായിരിക്കും. അയ്യോ, ജീവിക്കാൻ മറ്റു മാർഗം ഒന്നും ഇല്ലാത്തത് കൊണ്ടാ അവൾ അതിന് പോകുന്നത്. അതിന് രാത്രിയിലേ പോത്തുള്ളൂ, ഇപ്പൊ അതിന് പോയതല്ല. അവളുടെ ഒരു അനിയനുണ്ടല്ലോ, ആ പയ്യൻ എവിടെ? അവൻ പള്ളിക്കൂടത്തിൽ പോയി. ആ പയ്യൻ ലോഡ്ജിൽ നിന്ന് ഒരു വാച്ച് മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു അറിയാമോ? അയ്യോ, എന്റെ പൊന്നേമാനെ, എനിക്കറിഞ്ഞൂടെ. അറിഞ്ഞെന്ന് വരരുത്. രാജമ്മ വന്നാൽ ആ പയ്യനെയും കൂടി സ്റ്റേഷനിലേക്ക് വരാൻ പറയണം. അവള് വന്ന ഉടനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കാമേ. എന്റെ പാറേ മാതാവേ, നീ ഈ കുരുക്കിൽ എന്നെ കുരുക്കല്ലേ. അയ്യോ, ഇവനാണ് അവനെ പയ്യൻ. ആ പെണ്ണെവിടെ? അവളെ കിട്ടിയില്ല, വൈകുന്നതിന് മുമ്പ് തെരഞ്ഞു പിടിക്കാം. എടാ, നീ ചന്ദ്രന്റെ വാച്ച് എടുത്ത് എവിടെ വെച്ചു? ആരുടെ കൈ കൊടുത്തു? ഞാൻ എടുത്തില്ലേ മോനെ. നീ എടുത്തില്ലല്ലേ? ഇവനെ അപ്പുറത്തോട്ട് ചോദിക്കൂ. ഇടി പെണ്ണെ, എന്താ താമൂട്ട? നീ ഇവിടെ ചുറ്റി നടക്കാണല്ലേ? ഞാൻ മറിച്ചെടുത്ത് വീട്ടിൽ വരുന്നു. നിന്നെ അന്വേഷിച്ച് പോലീസുകാർ വന്നിരുന്നു. സുധാകരനെ അവരെ പിടിച്ചോണ്ട് പോയി. എന്തിന്? ആ സാറിന്റെ വാച്ച് മോഷ്ടിച്ചെന്നും പറഞ്ഞു. അതിന് വല്ല വാസ്തു ഉണ്ടോടി പെണ്ണെ? അവനത് എടുത്തിട്ടില്ല താമൂട്ട. എടുത്താലും എടുത്തില്ലെങ്കിലും നിന്നെയും പോലീസുകാർ പോക്കും. ഇത് മോഷണ കേസ്. നീ ഒരു കാര്യം ചെയ്യും, കുറച്ചു നാളത്തേക്ക് ഈ നാട് വിട്ട് ജീവിക്ക്. വേണം ഞാനും കൂടെ വരാം. സുധാകരനെ അവര് കൊണ്ടുപോയി താമൂട്ട. അവനവർ പൂക്കി. എങ്കിൽ ഞാനും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എടി പെണ്ണെ, ഭ്രാന്ത് കാണിക്കാതെ. എനിക്ക് എന്റെ അനിയനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല താമൂട്ട. എന്റെ ഈശ്വര, എന്തൊരു ഭ്രാന്തായി പെണ്ണിന്. ഇവളെ ശരീരം കേടായ എന്റെ വയറ്റിപ്പഴുപ്പ് മുട്ടില്ലേ? ഏമാനെ, എന്റെ അനിയൻ വാച്ച് എടുത്തിട്ടില്ല. അവനെ ഒന്നും ചെയ്യരുത്. അവനെ എനിക്ക് വിട്ടുതരണം. അവൻ ആ വാച്ച് എടുത്ത് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ? അയ്യോ അയ്യോ, ഞങ്ങൾ അത് കണ്ടിട്ട് പോലുമില്ല സാർ. ഇവളെ കുട്ടമ്പിളി ഏൽപ്പിക്കും. അടക്കണേ, സാർ. അകത്തേക്ക് പോവൂ. അടക്കണേ. ചന്ദ്ര, ഞാൻ നിന്റെ വാച്ചിന്റെ കാര്യം പറയാൻ വന്നതാണ്. എന്താ, കിട്ടിയോ? ഇല്ല, ആ പയ്യനത് എടുത്തിട്ടില്ല. ആ പെൺകുട്ടിക്കും അതേപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല. ഞാൻ അവരെ വിട്ടയച്ചു. അവൻ തന്നെ എടുത്തത്? ഇല്ല ചന്ദ്ര, ആ പയ്യൻ വാച്ച് എടുത്തിട്ടില്ല. നമുക്ക് അന്വേഷിക്കാം, വാച്ച് കിട്ടും. പോയത് പോയി, എവിടുന്ന് കിട്ടാനാ? പിന്നെന്തിനാ ഞാൻ ഈ യൂണിഫോം ആയിട്ട് നടക്കുന്നത്? എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ. ശരി. അയ്യോ, വാച്ച് ഞാൻ എടുത്തിട്ടില്ല. അയ്യോ, ഞാൻ എടുത്തിട്ടില്ല. അയ്യോ, വാച്ച് ഞാൻ എടുത്തിട്ടില്ല. അയ്യോ, എന്നെ അടിക്കല്ലേ. എങ്ങനെയുണ്ട് ചേട്ടത്തി? എന്റെ പെണ്ണെ, ഞാൻ എന്തോ പറയാനാ. നീ വേഗം ആ മരുന്ന് കൊടുക്കാൻ നോക്ക്. അയ്യോ, ഞാൻ വാച്ച് എടുത്തില്ല. എന്നാലും എന്റെ ദാമു, പോലീസുകാർ ഈ കൊച്ചിനെ എന്തൊരു ചെയ്തായി ചെയ്തത്. ഈ പെണ്ണിന്റെ കാര്യം എല്ലാം മുഴുവൻ വെള്ളമായിരിക്കാം. എന്നെ തല്ലല്ലേ മോനെ, അയ്യോ, ഞാൻ സുധാകര, ഞാൻ മോനെ. എടുത്തില്ല. ഈ മരുന്ന് കുടിക്കും മോനെ. എന്നാ, ഇത് കുടിക്ക്. മകനെ കാണാൻ പോയി, നല്ല കാഴ്ചയാണ് കണ്ടത്. ചേച്ചേ, മതി മതി, കുറെ നേരം ആയല്ലോ അവനെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട്. എന്നാലും എന്റെ ലക്ഷ്മിയ, അവൻ പ്രായമായ ചെറുക്കനല്ലേ, നമ്മളത് കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കണം. അവളെ അവിടെ കിടത്തി ഉറക്കിയിരിക്കുന്നു. അച്ഛൻ്റെതല്ലേ മോനെ? അതെ അതെ, ഞാൻ അങ്ങനെയല്ലേ നടക്കുന്നു. ഇപ്പോഴല്ല, കല്യാണത്തിന് മുമ്പ്. ആ നേരം പാതിരയായി കിടന്നുറങ്ങി. പാസ്സായ ഉടനെ അവന്റെ കല്യാണം നടത്തണം. അയ്യോ, എന്താണ്? ഒരു രഹസ്യം പറയാമെന്നതാ. എന്താണ് നിനക്ക് ഇത്ര വലിയ രഹസ്യം? ചെവിക്ക് ചെവി അറിയാതെ കാര്യം നടക്കണം. വേണമെങ്കിൽ 5 കൊത്തോ തരാം. എന്താച്ചാ പറ. രാമുവിന് എന്താ വിളിച്ചത്? ദാമോ? ചവിട്ടി എല്ലാം വിളിച്ചു കളയും. ദാമോ? സാറിന് വിളിയടാ. സാറ്. ആ, അങ്ങനെ വിളി. സാറിന് വലിയ വലിയ ആളുകളൊക്കെ ആയിട്ട് പിടിപാടുള്ളതല്ലേ. എന്റെ ഒരു സ്വന്തക്കാരൻ ദുബായിലുണ്ട്. അവൻ എനിക്കൊരു സാധനം കൊണ്ട് തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വിൽക്കണം. സാധനം എന്താ? ഒരു വാച്ചാ. വാച്ചോ? വാച്ച് എടുക്കെടുക്കെടുക്ക് കാണിച്ചേ. ഇത് നിന്റെ സ്വന്തക്കാരൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതോ അതല്ല നീ ആ സാറിനെ മൂട്ടിച്ചതോ? എന്തോ ആടെ, നീ കാശ് കിട്ടിയാ പോലെ. ആദ്യം വിറ്റതാ. ആ കയറ് എവിടെ? പോലീസ് സ്റ്റേഷനിലേക്ക്.
ദുബായിൽ എന്റെ എടാ മര്യാദയ്ക്ക് വന്നില്ല എന്നെ തൂക്കി കൊണ്ടു ഞാൻ ഇരിടാ അവിടെ മിണ്ടല്ലേ ദുബായിൽ എന്റെ ഒരു സ്വന്തക്കാരന്റെ വാച്ചല്ലേ. നീ കള്ളനാണല്ലേടാ? ഇവനെ കൊണ്ടുപോയി ഈ പാണ്ണമൊക്കെ ഒന്ന് പരിശോധിക്കേ, വേറെയും വല്ലതും കാണും. നടക്കണം. ഒരു സ്വാധീനം ഇല്ലാത്തവനായ അകത്തേക്ക് പോണം. നീ എന്താടാ ഇവിടെ? ഏമാൻ പോവാൻ പറഞ്ഞില്ല. ഓഹോ, നീ വലിയ അനുസരണമുള്ളവരല്ലേ? ഒരു തെണ്ടിയെ പിടിച്ച് ഒന്നെന്നും കരുതി നീ വലിയ ആളൊന്നും വേണ്ട. പൊയ്ക്കോ. കാലത്തൊരു ഉപകാരം ചെയ്യാൻ പാടില്ല. എന്താടാ? അല്ല ഒന്നുമില്ല, ഞാൻ മൂപ്പര എസ് ഐ നല്ല മനുഷ്യന്ന് പറയാണ്. ഓ എടാ, നിന്റെ വാച്ച് കിട്ടി. ഇതെവിടുന്ന് കിട്ടി? കുറെ നാളായി ഇവിടെ തെണ്ട് നടക്കുന്ന ഒരുത്തരുണ്ടല്ലോ, ഒരു കാല് തളർന്നവൻ, അവനാണ് വാച്ച് എടുത്തത്. രാജി, എന്റെ വാച്ച് കിട്ടി. ദാമോട്ടൻ പറഞ്ഞു. സുധാകരനെ തല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതാരും അവരോട് പറയണമെന്നില്ല. എന്നോട് ക്ഷമിക്കൂ. നിങ്ങളത് പറഞ്ഞാൽ, ഞാൻ ക്ഷമിച്ചാൽ എന്റെ അനിയൻ ആരോഗ്യത്തോടെ എന്നിട്ട് നടക്കുമോ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതിനെന്റെ അനിയന്റെ ജീവനാണ് വിലയായി കൊടുക്കേണ്ടതെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. അവനെ ഡോക്ടറെ കാണിക്കാം. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഇതാ, ഇത് വെച്ചോളൂ, മരുന്ന് വാങ്ങാം. സാറേ, ഞാൻ എന്നെ വിറ്റ് അരി വാങ്ങുന്ന ആളാണ്. അത് പോക്കറ്റിലിട്ടോളൂ. ഇനി ഇവിടെ കയറി വരണം തോന്നുമ്പം സാർ ഒരു കാര്യം ഓർക്കണം, ഇവിടെ മുറ്റമടിക്കുന്ന ചൂലുണ്ട്. ഇറങ്ങി പോമോ? ഡോക്ടർ, എന്റെ അനിയൻ ഡോക്ടർ, മോനെ, ചേച്ചിയെ വിട്ടിട്ട് പോരാടാ.